ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഗൗരവമായ കാര്യമാണ്. കാരണം നമുക്കറിയാമല്ലോ, എക്സാംസ് ഭയങ്കര ടഫാക്കിക്കൊണ്ടിരിക്കുകയാണ്. +1 +2 10ാം ക്ലാസ് സ്റ്റുഡൻസ് പെട്ടുപോയെന്ന് തന്നെ പറയാം. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ടഫാക്കിയിട്ടുണ്ട്. അതും ഈ അവസാന നിമിഷം. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കട്ടെ? ഇത് സ്റ്റാൻഡേർഡ് കൂട്ടാനൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗിരീഷ് സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്നലെ നമ്മളൊരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ, കാണാത്തൊരു കണ്ടുകൊള്ളുക. അത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയി മാറിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ 12ാമതൊക്കെ. കാരണം വേറൊന്നുമല്ല, +2കാരെ 5 ദുരന്തങ്ങൾ, 5ഒന്നും അല്ല, ദുരന്തങ്ങൾ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും 5 ദുരന്തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ ആണ്. അത് പലയിടത്തും എനിക്ക് തോന്നുന്നു ഒരുപാട് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുക്കൽ ഒരു അധ്യാപനം എന്നുള്ളതിൽ എനിക്കറിയാൻ പറ്റിയത്, അടുക്കൽ എത്തിക്കാൻ പറ്റി എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ അത് 100% ഈ കാണുന്ന കുട്ടികളുടെ മിടുക്കാണ്. കാരണം കൂടുതൽ പേര് ഷെയർ ചെയ്യുമ്പോൾ ഇത് സാർ ഈ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കും. കാരണം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതാണ് എനിക്കും പറയാനുള്ളത്. കാരണം വെച്ചാൽ എന്തിനു വേണ്ടിയാണ് ശരിക്കും ഇത് സത്യം പറയാൻ ഇത്രയും ഗതികെട്ട ഒരു ബാച്ച് സത്യം പറയാൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത്രയും ഗതികെട്ട ഒരു ബാച്ച് ഞാൻ വേറെ എവിടെ എങ്ങും കണ്ടിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. കാരണം ഇനിയിപ്പോൾ എല്ലാവരും എന്നാണ് 2018, 16, 15 പഠിച്ച വർഷങ്ങൾ പഠിച്ച പല പേര് വന്നിട്ട് പറയും കമൻറ്റ്, ഞങ്ങൾ ഇതിലും കഷ്ടപ്പെട്ടാണ് പഠിച്ചത് അങ്ങനെ. ആ ഒരു കാലഘട്ടത്തിൽ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫാണ്, ഞാൻ സമ്മതിച്ചു. അപ്പം നിങ്ങൾ ആ ലെവലിൽ പഠിച്ചു വന്നു, ആദ്യം മുതലേ ആ ലെവലിൽ പഠിച്ചു വന്നു. ഓക്കെ, ഞങ്ങളോട് പറയുന്നത് ഇത്രയും 2020 തൊട്ട് 2024 വരെയുള്ള ഒരു PYQ മോഡൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ചാപ്റ്ററും പോട്ടെ, എല്ലാ വിഷയങ്ങളും അത്യാവശ്യം ഓൾമോസ്റ്റ് സിമ്പിളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എക്സെപ്റ്റ് എന്താണ് 2024 എന്താണ് മാത്സ് +1 മാത്സ് എക്സാം പഠിച്ചു. ബാക്കി എല്ലാം അത്യാവശ്യം സിമ്പിളാക്കി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം സിമ്പിളാക്കി ചോദിച്ചു. ലാസ്റ്റ് അങ്ങനെ അവസ്ഥ കാണിച്ച് നോക്കാം. ഇവർ കാണിച്ച് ശരിക്കും പറഞ്ഞ ഒരു മര്യാദയോട് തന്നെയാണ് ഞാൻ തുറന്നു പറയാം. കാരണം എന്ന് വെച്ചാൽ +1 ഹാഫ് ഇയർലി ഞങ്ങൾ +1 പഠിക്കുമ്പോൾ ഹാഫ് ഇയർലി മോഡൽ എക്സാമാണ് എല്ലാം. +1 എന്താണ് പറയുക, ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, ബൈനോമിയൽ എക്സ്പാൻഷൻ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ബൈനോമിയൽ തിയറം പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തുനിന്ന് ചോദിക്കാൻ ഏറ്റവും ടഫുള്ള ഒരു ചാപ്റ്റർ, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിച്ചു. ഏറ്റവും ടഫുള്ള പോട്ടെ, കോംപ്ലക്സ് നമ്പർ അത്യാവശ്യം കോംപ്ലക്സ് നമ്പർ പോട്ടെ, ലീനിയർ പ്രോഗ്രാമിങ് ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ അത്യാവശ്യം ഇതുവരെ ഞങ്ങളെ സ്കൂളിൽ ചെയ്യിപ്പിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഇതുവരെ ഒരു സ്കൂളിൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടെന്ന് എനിക്ക് ഉറപ്പാണെന്ന് തോന്നുന്നു. ഇനി എത്ര പേര് അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ആ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ആരും ചെയ്ത് പഠിച്ചിട്ടേ ഇല്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞങ്ങളോട് സാറ് പറഞ്ഞു, ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തരുന്ന നോട്ട്, ഓക്കെ, നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ഞങ്ങളോട് പറഞ്ഞത് ഞാൻ തരുന്ന ഞങ്ങൾക്കൊരു ഇതാണ് ഒരു പ്രിന്റ് നോട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. ഞാൻ ചോദിക്കട്ടെ, അവിടെ തന്നെ ഞങ്ങളോട് ടീച്ചേഴ്സ് ഞങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആരെ വിശ്വസിക്കണം? ഇങ്ങനെ വിശ്വസിച്ച് ഞങ്ങളെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ പൊട്ടന്മാരാക്കുവാണോ? ഇങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച് ഞങ്ങൾ പബ്ലിക് എക്സാമിന് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത്, എത്ര പേര് കേരളത്തിലെ 75% പേരും തോറ്റൊരു എക്സാമാണ് +1 മാത്സ് എക്സാം. എന്നിട്ടും ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം തന്നില്ല. കണ്ട ഇമ്പ്രൂവ്മെൻ്റ് എക്സാമും തരാതെ കൊറോണ ബാച്ചാണെന്നും പറഞ്ഞ് 120 മാർക്ക് 120 ക്വസ്റ്റ്യനിൽ 60 അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന സിസ്റ്റമൊക്കെ കൊണ്ടുവരാൻ നല്ല വിവരമുണ്ടായിരുന്നു. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാതെ എക്സാം ടഫാക്കി ഞങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ചാൻസും കൂടെ, ഒരൊറ്റ ചാൻസും കൂടെ ഞങ്ങൾ ചോദിച്ചോളൂ. ഇമ്പ്രൂവ്മെൻറ്റ് തന്നില്ല. ഇതാണോ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന സർക്കാരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മൊത്തത്തിൽ
അങ്ങനെ സത്യം പറഞ്ഞാൽ കൂടെ നിൽക്കുകയല്ല, കൊല്ലുക, കഴുത്തരിച്ച് ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങളെ ഇമ്പ്രൂവ്മെൻറ്റ് തന്നില്ല. അതുപോലെ അടുത്ത സാധനം ഇമ്പ്രൂവ്മെൻറ്റ് പോട്ടെ, ഇമ്പ്രൂവ്മെൻറ്റ് വിട്ട കേസ് എല്ലാവരും സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ, അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രാക്ടിക്കൽ. പെട്ടെന്ന് പൊട്ടി മുളച്ച വന്നൊരു സ്റ്റാൻഡേർഡ് കാരണം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ടഫാക്കുമല്ല, കുറേ എന്തൊക്കെയോ കാണിക്കാൻ പോവാണ്. എന്താ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങാണ്ട് എന്തോ ഇതാക്കാൻ പോകണം, എല്ലാ ക്വസ്റ്റ്യൻസും വരും അങ്ങാണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ പ്രാക്ടിസിൻ്റെ പ്രാക്ടിക്കൽ ചെയ്ത് നമ്മൾ വലിയ എന്താണ് PhD എടുക്കാൻ പോവാണ് കണക്കിന് ലാബിൻ്റെ. കമ്പ്യൂട്ടറിനകത്താണല്ലോ ഇപ്പോൾ കണക്കൊക്കെ ചെയ്ത് പഠിക്കുന്നത്. എനിക്കറിയില്ല ഇങ്ങനത്തെ പൊട്ടത്തരമൊക്കെ കാണിക്കുന്ന ഒരു സംസ്ഥാനം പറയുന്നത് എനിക്കൊന്നും ഇതാക്കുന്നു. അത്യാവശ്യം എങ്ങനെ കുട്ടികളെ മാനസികമായി തളർത്താമെന്ന് ശ്രമിക്കുന്ന ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു ബോർഡാണ് കേരള ബോർഡ്. കാരണം ഇവക്ക് വേണമെങ്കിൽ എട്ടാം ക്ലാസ് സാവധാനം കാര്യമുണ്ട് പറയാം. അതായത് എക്സാം വേണമെങ്കിൽ നമുക്ക് 8ാം ക്ലാസ് തൊട്ടും 9ാം ക്ലാസ് തൊട്ട് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഒരു A+ന്റെ കണ്ണം അനുസരിച്ചാണല്ലോ ഒരു പറയുന്നത് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. എങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ കാര്യം നോക്കും. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിൻ്റെയും കാര്യം ഹൈസ്കൂൾ ലെവലിൽ നിങ്ങളൊന്ന് വൃത്തിയാക്കി തന്നാൽ ബാക്കി +1ഉം +2 അവർ നല്ല സിമ്പിളായിട്ടും അവർ നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് മേടിക്കും, അവർക്ക് നല്ല ബേസ് കിട്ടും, എല്ലാം കിട്ടും. നിങ്ങൾ അതൊന്നും ചിന്തിക്കും. നിങ്ങൾക്ക് എങ്ങനെ പറയാം, നിങ്ങൾക്ക് അത്യാവശ്യം ലേശം ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ നല്ല രീതിയിൽ ഒരു ഹയർ ലെവലായിട്ട് പഠിപ്പിച്ച് വരുവാണെങ്കിൽ അവർ ഏത് എൻട്രൻസ് എക്സാം ആണെങ്കിലും ഏത് സിലബസ് ആണെങ്കിലും അവർ പഠിച്ച് കയറുവാൻ. കാരണം അങ്ങനെയാണ്. അല്ലാതെ കേരളത്തിൽ +1 +2ൻ്റെ വിജയശതമാനം എടുത്ത് നോക്കുമ്പോൾ തോന്നും ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ 99.9 10ാം ക്ലാസ് പോലെയാണ്. അല്ല, 78% കഴിഞ്ഞ വർഷം. 78 ഈ കഴിഞ്ഞ വർഷം. എന്നിട്ട് ഇവർ വിചാരിക്കുന്ന വെച്ചാൽ എന്നിട്ടും ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആക്കിയപ്പോഴാണ് ഓക്കെ സമ്മതിച്ചു. ഞങ്ങളോട് പറയുമ്പം ഓക്കെ എക്സാം കഴിഞ്ഞ വർഷം പോലല്ല എന്നോട് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പം ഇവർക്ക് കേൾപ്പിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ അത് 100% ഈ കാണുന്ന കുട്ടികളുടെ മിടുക്കാണ്. കാരണം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കഠിനമാക്കും. പക്ഷേ എക്സാം സർക്കാർ പഠിക്കുന്ന എക്സാം കഠിനമാക്കും എന്നാണ്. അതിനകത്ത് പോരായ്മകളുണ്ട്. പരീക്ഷകൾ കഠിനമാക്കും. അതുപോലെ A+കളുടെ എണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് പരീക്ഷകൾ കഠിനമാക്കുന്നത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിന്റെ ആണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്. ആദ്യം 8, 9, 10ാം ക്ലാസ്സിന്റെ ഒക്കെയാണ്. കാരണം 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും അത്യാവശ്യം ഒരു നിലവാരം ഉള്ള കുട്ടികളെ വളർത്താൻ അവർ ശ്രമിക്കുന്നെങ്കിൽ, ഇത്തിരി സ്റ്റാൻഡേർഡുള്ള കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നെങ്കിൽ ഇവർക്ക് 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലെയും കുട്ടികളെ ടാർഗറ്റ് ചെയ്താൽ പോലെ. ഈ +2കാരെ ഒന്നാമത്തെ തലവേദന മേടിച്ചിരിക്കുകയാണ്. ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. +1കാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. നിങ്ങൾ ആലോചിക്കുക, ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. ഇമ്പ്രൂവ്മെൻറ്റിന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ സീനിയേഴ്സ് പോയി എക്സാം എഴുതുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ബയോളജി ഇപ്പോൾ പറയുവാണെങ്കിൽ ഇന്ന് ബയോളജി എക്സാം +2കാരുടെ ബയോളജി എക്സാം ആണെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്യണം, +1ൻ്റെ പഠിക്കണം. ഇന്ന് രാത്രി പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് +1 പഠിച്ചിട്ട് നാളെ പോയി +1 പേപ്പർ പോയി എഴുതണം. ഇതൊക്കെ ഇത്ര നാളും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ശ്രമിക്കുന്നത്. എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് കൂടിപ്പോയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇതിന് ഇത്രയും കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെ എന്നാലും നോക്കി ഇത്രയും കുട്ടികളുടെ കൂടെ സപ്പോർട്ടിങ് ആയിട്ടുള്ള എന്തിനും ഏജിനും കൂടെ നിൽക്കുന്ന എനിക്കറിയില്ല. അത് കൊറോണ കാലത്ത് ഉണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു. 120 ക്വസ്റ്റ്യൻ്റെ 60 എണ്ണായിട്ട് തീരെ മാറ്റി. എന്തെങ്കിലും ആവശ്യമായിട്ട് മാർക്കറ്റ് കൊടുക്കുക. അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങളോ ഒന്നും കണ്ടില്ല. ഇപ്പോൾ 78% വിജയശതമാനം കുറച്ചിട്ട് ഇവർ +2കാരെ കണ്ട് എല്ലാവർക്കും ഫുൾ A+ കൊടുക്കുകയാണ്. ഇവരുടെ കളിക്ക് ഇങ്ങനെ പൊട്ടന്മാരാണ്. എനിക്കറിയാൻ വിജയശതമാനമൊന്നും കാണാറില്ല. അതുപോലെ CBSEയുടെ ഒപ്പം വരത്താൻ ഒത്തിരി ശ്രമിക്കുകയാണെങ്കിൽ അവരെ പോലെ ആക്കാൻ ശ്രമിക്കുക. അതായത് അവരെ പോലെ അവർ തുടങ്ങുന്ന എപ്പോഴാണെന്നറിയാം, +2കാരെ ഞാൻ ഇത് ശ്രദ്ധിക്കുക. +2കാർ CBSE +2കാരുടെ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങുന്ന പറയുന്നത് ജനുവരി ആകുമ്പോഴാണ്. ജനുവരി തൊട്ട് അവർക്ക് +2 പഠിപ്പിക്കാൻ തുടങ്ങും. ജനുവരി തൊട്ട് നവംബർ ആകുമ്പോഴേക്കും അവരുടെ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്യാനുള്ള
നല്ല ഗ്യാപ്പുണ്ട്. അവർക്ക് ഏപ്രിലും ക്ലാസ് ഉണ്ട്, ഏപ്രിലും മെയിനും ഒക്കെ ക്ലാസ്സൊക്കെ വെക്കാറുമുണ്ട്. എന്നിട്ടും അവർക്ക് പഠിപ്പിക്കാനും ഗ്യാപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് തരുന്നതോ, ഞങ്ങൾക്ക് +1 പബ്ലിക് എക്സാം ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് +1 പബ്ലിക് എക്സാം ഉണ്ട്. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും ഞങ്ങൾക്ക് തരത്തില്ല. ഞങ്ങൾക്ക് ഒരു മുന്നേറിപ്പും ഇല്ലാതെ എക്സാം ടഫ് ആക്കുകയും ചെയ്തു. എല്ലാം ആക്കിയിട്ട് ഇവർ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇല്ല. എന്ത് കാണിക്കാനാണ് എനിക്കറിയാൻ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ടഫ്നെസ് പേപ്പർ വരത്താൻ ശ്രമിക്കുവാണെങ്കിൽ ഇവർക്ക് എക്സാം നടത്തി പയ്യെ മെല്ലെ ഒരു കുട്ടികളുടെ കുട്ടികൾ എന്ന പരിഗണന വന്നിട്ട് അവർക്ക് ഫസ്റ്റ് ടൈം എക്സാം സർക്കാരിന് നടത്തിയിട്ട് മെല്ലെ ടഫുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അന്ന് നമ്മൾ നൈസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങും. അല്ലാതെ എന്നിട്ട് ആ ഒരു പോർഷൻസ് നമ്മൾ വൃത്തിയായി പഠിക്കും. ഇനിയിപ്പം സ്കൂളിൽ എന്തെങ്കിലും അവർ എന്താണ് PYQ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പേപ്പറായിരിക്കും ഇടുന്നത്. അപ്പം നമ്മൾ ആ ഒരു ലെവലിൽ പഠിച്ചു പോകും. എനിക്കറിയത്തില്ല ഇവർ ഞാൻ പറയുന്നത്. എന്നിട്ട് ഇവർ അങ്ങനെ പറയുവാണ്, ഫസ്റ്റ് ടൈം നടത്തുവാണെങ്കിൽ മെല്ലെ ടഫ്നെസ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് അപ്പോഴും സമയമുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഇങ്ങനെ പഠിച്ചാൽ പോരാ എന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പം ജൂൺ മുതൽ ഇത്രയും മാസം കഴിഞ്ഞ് ഡിസംബർ ആയപ്പം ക്രിസ്മസ് എക്സാം നടത്തി, ഹാഫ് ഇയർ എക്സാം നടത്തിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് പഠിക്കണം. ഒരവസ്ഥ അടിച്ചു നോക്കിയേ. ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്നുള്ള അവസ്ഥ അടിച്ചു നോക്കിയേ. സ്കൂളിൽ ഇനി മുതൽ എല്ലാ ചാപ്റ്ററും ഇനി ആദ്യം തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരുമോ? ഞങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരത്തില്ല, എന്തായാലും എടുത്ത് തരത്തില്ല. ഇങ്ങനെ അതെന്താ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താ? ഞങ്ങൾക്ക് ഇനി എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരുമോ? ആരും എടുത്തു തരത്തില്ല. എക്സാം ഇനി ഡീറ്റെയിൽ ആക്കി എടുത്ത് തരുമോ എന്ന് എത്ര പേര് എടുത്ത് തരും? കാരണം ഞങ്ങൾ പറയുന്നത് റിവിഷൻ എന്താ, അതായത് ഇപ്പം മിക്കവാറും 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്ററൊക്കെ മിക്കവാറും കവർ ചെയ്യും. കാരണം പ്രാക്ടിക്കൽ എക്സാം ഇല്ലേ, മോഡൽ എക്സാം ഇല്ലേ, പ്രാക്ടിക്കലിന് മോഡലില്ലേ, പ്രാക്ടിക്കലിൻ്റെ പബ്ലിക് എക്സാം ഇല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നീ ഇപ്പോൾ ജനുവരി ഫുള്ള് പ്രാക്ടിക്കൽ പഠിപ്പിക്കുകയായിരിക്കും. എവിടെ റിവിഷൻ ചെയ്യാൻ സമയമുണ്ട്? എവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനുണ്ട്? എവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും? ഞങ്ങൾക്ക് വീണ്ടും കൺസെപ്റ്റ് മനസ്സിലാക്കി വീണ്ടും NCERT ചെയ്ത് പഠിപ്പിക്കുമോ? ഇല്ല, പഠിപ്പിക്കത്തില്ല ആരും. ഇതൊക്കെ ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ കുട്ടിയോട് പറഞ്ഞ് ചെയ്യേണ്ട ഒരു മര്യാദയാണ്. അതുപോലും കാണിക്കാത്തൊരു ആൾക്കാരെ ഞാൻ എന്ത് പറയണം? ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് പഠിക്കാൻ ശ്രമിക്കുന്നതല്ല, കുട്ടികളെ എവിടെ നിന്നൊക്കെ അറ്റാക്ക് ചെയ്യാമെന്നുള്ള റിസർച്ച് ചെയ്യുന്നൊരു സ്ഥലമാണ്. എങ്ങനെ ടോർച്ചർ ചെയ്യാം, എങ്ങനെ മെൻ്റലി ടോർച്ചറിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഗവേഷണം നടത്തുന്നൊരു സ്ഥലമാണ്. എനിക്ക് ഇതിക്കുള്ളൊന്നും പറയാനില്ല. കാരണം CBSE-കാർ പറയുന്നു നിങ്ങളുടെ എക്സാം ഭയങ്കര സിമ്പിളാണ്, ഇതൊക്കെയാണ് ടഫ് ക്വസ്റ്റ്യനൊക്കെ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു സാമ്പിൾ പേപ്പർ തരുന്നുണ്ടല്ലോ. സാമ്പിൾ പേപ്പർ തരുമ്പോൾ ആ ഒരു മോഡൽ വെച്ചായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ആ ഒരു മോഡൽ വെച്ച് നിങ്ങൾക്ക് അത്ര ഹൈ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. ഞങ്ങൾക്ക് അപ്പോഴേക്കും നിങ്ങൾക്ക് അറിയുന്നത് ഇത്ര ഇതായിട്ടുള്ള പബ്ലിക് എക്സാം ഇത്ര ഇതായിട്ടായിരിക്കും ചോദിക്കുന്നത്. ആ ലെവലിൽ നമ്മൾ പഠിച്ചു പോകും. ഇതിപ്പോൾ നമ്മളൊരു എക്സാം എഴുതി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എക്സാമിൻ്റെ പാറ്റേൺ ചേഞ്ച് ആക്കി. അതിന് മുമ്പൊന്നും പറയില്ല, നമ്മൾ പഠിക്കണ്ട, ആ സമയത്തൊന്നും പഠിക്കണ്ട. നമ്മൾ അതിന് മുമ്പ് എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ പഠിക്കണം. പക്ഷേ എക്സാം പാറ്റേൺ ചേഞ്ച് ആക്കുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ ചേഞ്ച് ആയിരുന്നു. ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? എനിക്ക് ഇപ്പോഴല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കാറുണ്ട്? എനിക്കറിയാം. ഒന്നെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എക്സാം നടത്തുക, എക്സാമിൻ്റെ പാറ്റേൺ ആക്കുക. അതായത് കോവിഡ് ടൈം ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിപ്പെൻഡാക്കി ആ കോവിഡിൻ്റെ ടൈം മാത്രം വെക്കാവുള്ളായിരുന്നു. ഡയറക്റ്റ് കോവിഡ് കഴിഞ്ഞുള്ള സമയത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് വെക്കാനും ക്വസ്റ്റ്യൻസ് പഴയ പോലെ ആക്കായിരുന്നു. എന്തുകൊണ്ടാക്കിയില്ല? അപ്പോഴും നിങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം കൊടുത്ത് അങ്ങനെ പിള്ളേരെ അങ്ങനെ ആക്കി. അപ്പോൾ ടീച്ചേഴ്സും അപ്പോൾ വിചാരിക്കും
ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ, കണക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ, ഫിസിക്സ് ഇങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ, കെമിസ്ട്രി ഇങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളെ അങ്ങനെ ആ രീതി പഠിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ പറയും ഇത് ചോദിക്കത്തില്ല, കാരണം ഇത്ര ഹൈഡായിട്ടുള്ള നിങ്ങളൊന്നും ചോദിക്കത്തില്ല, CBSE കാർഡ് ചോദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു, ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു, ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിപ്പിച്ച് ഞങ്ങൾ ആ രീതി പഠിപ്പിച്ച് കഴിഞ്ഞ് അക്കാഡമിക് ഇയർ കയ്യാറായപ്പോൾ പയ്യെ പറയുകയാണ് എക്സാം ടഫാക്കാൻ പോവാണ്. ഇതൊക്കെ എവിടുത്തെ മര്യാദയാണെന്ന് എനിക്കറിയില്ല. ഇത്രയും മര്യാദകൾ കാണിക്കുന്ന ഒരു സർക്കാർ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു. ഇങ്ങനെ പിള്ളേരെ കൊല്ലരുത് സത്യം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അപേക്ഷിക്കുകയാണ്, ഇങ്ങനെ തൊഴുതു പോവുക സത്യം പറഞ്ഞാൽ. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല, എവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം NCERT വായിക്കണം, NCERT ചെയ്യണോ, എങ്ങനെ പഠിക്കുക NCERT, എവിടെ ഏതെങ്കിലും മലയാളി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ ഫിസിക്സിൻ്റെ NCERT NCSും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നത്? ഞാൻ കുറേയൊക്കെ നോക്കിയിട്ടൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഹിന്ദിക്കാരാണ്, ഹിന്ദിക്കാരും ബാക്കിയുള്ള സ്റ്റേറ്റിലെ എല്ലാവരും ചെയ്യുന്നു. അതാ പറഞ്ഞത്, NCERT ബേസായിട്ട് പഠിപ്പിക്കണമെങ്കിൽ ആദ്യം മുതലാണ്. ഇപ്പം നമ്മൾ ഒരു ചാപ്റ്റർ ഫ്രഷായിട്ട് പഠിക്കുമ്പം നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ഒരു സമയമാണ് ഫസ്റ്റ്. നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നു, ഫ്രഷായിട്ട് നമ്മൾ പഠിക്കുന്നു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അല്ലാതെ നമ്മൾ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് എന്നിട്ട് വീണ്ടും നമ്മളിപ്പോൾ ആദ്യം തൊട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ അവസ്ഥ പറയാൻ ആകെ ഗിരീഷ് സാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മറ്റൊക്കെ നോക്കുമ്പം നമുക്കിനി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമുക്കിനി പഠിക്കാം, എക്സാം ടഫാക്കി നമ്മൾ ഇനി മുതൽ മുന്നോട്ട് കയറുന്നു, നമ്മൾ ഇനി നമ്മൾ NCERT ചെയ്ത് പഠിക്കണം, മറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. എത്ര മാർക്കും കുട്ടികൾക്ക് NCERTയിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് എങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും ഒരു കുട്ടിക്ക്? ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്നാൽ ചെയ്യിപ്പിച്ച് തരുമോ? ഇല്ല. ആദ്യം ചെയ്യിപ്പിച്ച് തരുമോ NCERT? ഇല്ല, ചെയ്യിപ്പിച്ച് തരത്തില്ല. കാരണം അവർക്ക് ഇനി സമയമില്ല, ടീച്ചേഴ്സിന് സമയമില്ല. പ്രാക്ടിക്കല് മറിച്ചേക്കുന്ന എല്ലാം +1 നോക്കണ്ടേ? +1 അവസ്ഥ ചോദിക്കേ, +1 അവസ്ഥ ചോദിക്കേ. ഇതുവരെയുള്ള ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇതുവരെ അടുത്ത് 10 വർഷത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചോദിച്ചിട്ടില്ല. സിലബസിൻ്റെ പുറത്തുനിന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ഇത്തവണ അതുവരെ നടന്നു. എന്നിട്ട് പോലും ഇവിടെ ഒരു മനുഷ്യർക്ക് ഒരു കുലുക്കോ ഇല്ല. എല്ലാവരും ഇവൻ പേരൻസിന് ഇപ്പോൾ PTMT വരുമ്പം പേരൻസിന് പേരൻസ് പറയും ഇവൻ പഠിക്കുന്നില്ല സാറേ, ഇവൻ പഠിക്കുന്നില്ല സാറേ. പിള്ളേരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവരവരുടെ മാക്സിമം എടുത്തു. പക്ഷെ സർക്കാർ കുട്ടികൾ ചെയ്യേണ്ട ഭാഗം ചെയ്യുന്നുള്ളൂ. പക്ഷെ അവർക്കുള്ള സപ്പോർട്ടിങ് ആരും ഈ സിലബസ് തരുന്നില്ല. സത്യം പറഞ്ഞു, ഇത്രയും വേസ്റ്റ് സിലബസ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ ഇങ്ങനെ ഇത്രയും മാക്സിമം ദ്രോഹിച്ച് ഇത്രയും എങ്ങനെ പിള്ളേരെ ചിരിച്ചോണ്ട് കഴുത്തിറക്കാം? എല്ലാം നല്ലതിന് വേണ്ടി, ആർക്ക് നല്ലതിന് വേണ്ടി? കുട്ടികൾക്കും അല്ല. കുട്ടികൾക്ക് തന്നെ ഒരിക്കലും അല്ല. കുട്ടികൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പാറ്റേൺ ചേഞ്ച് ആക്കാം, പെട്ടെന്ന് ഒരു പുതിയൊരു പാറ്റേൺ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്തുമാത്രം സമയം, അത് എന്തുമാത്രം ഫ്ലോ. നമുക്ക് ഒരു ആദ്യം തൊട്ട് പഠിക്കുന്ന ഒരു ഫീല് പോലല്ല അവസാന നിമിഷം പഠിക്കുന്ന ഒരു പുതിയൊരു സാധനം വീണ്ടും പുതിയൊരു രീതി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആരും ഞങ്ങളുടെ അവസ്ഥ ആകെ മനസ്സിലാക്കുന്ന ഒരു ടീച്ചറാണ്. ബാക്കി സാറിൻ്റെ കൂടെ ആണെങ്കിൽ ആരും കുട്ടികൾ എന്ന നിലയിൽ ആരും പ്രതികരിച്ചിടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ആരും ഒന്നും ചെയ്യുന്നില്ല. എന്തിനും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത്രയും കേരളത്തിൽ ജനിച്ചത് തന്നെ വെറുതെ ആയിപ്പോയി. ഒന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ വല്ല ജനിച്ചാലും ഇപ്പം തോന്നും. കാരണം വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല, വേറൊരു സംസ്ഥാനത്തും ഇല്ല. ഇങ്ങനെ പിള്ളേരെ കൊല്ലുന്നൊരു സംസ്ഥാനം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇത്രയോട് പറയാൻ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഞങ്ങളുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ നമ്മൾ പറയണം, അല്ലാതെ വേറെ ആരും പറഞ്ഞ് നമ്മുടെ അവസ്ഥ ഒന്നും പറയത്തില്ല. എല്ലാവരും വന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ, ഇങ്ങനെയാണ് കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. പ്രതികരിക്കാൻ ഇവിടെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് കാര്യമില്ല. ഓക്കെ, ബൈ.